പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലയുടെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഈ 32ാമത് പീസിനാക്കിൽ ദൈവവചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നതുകൊണ്ട് ഇന്ന് പകല് ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. നിങ്ങളെക്കാളിലൊന്നും ഒട്ടും യോഗ്യതയോ ശ്രേഷ്ഠതയോ ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൃപ ഒന്ന് മാത്രമെന്ന് ഇന്ന് പകൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് പകലിലായിരിക്കാം. ഈ പീസിനാക്കിൻ്റെ കൺവീനർ ആയിരിക്കുന്ന പാസ്റ്റർ രാജൻ ജോർജ്, നാഷണൽ സെക്രട്ടറി എക്സിക്യൂട്ടീവ്സ്, പ്രത്യേകാൽ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സിസ്റ്റർ അന്നമ്മ ഗീവർഗീസ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയ ഞങ്ങളുടെ തൊട്ട് അടുത്ത സ്ഥലത്തുള്ള ഞങ്ങളുടെ മേരി കോവർ ആൻറ്റിയുടെ ശുശ്രൂഷ എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് പകലില് നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ആൻറ്റി ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു ദൈവം, ജീവിക്കുന്ന ദൈവം യേശു ഉണ്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് മനസ്സിലാകത്തക്കവണ്ണമാണ്. അത് ആൻറ്റിയുടെ മകള് എനിക്ക് പിന്നാലെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. എൻ്റെ മുന്നിൽ പിറകിലിരിക്കുന്ന എല്ലാ അഭിഷക്ത കർത്തൃദാസിമാരും ദൈവദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്. എല്ലാവർക്കുമായിട്ട് ഈ പകൽക്കാലം ഞാൻ ദൈവത്തിന് നന്ദി പറയുക. അല്പസമയം ദൈവം നമ്മൾക്ക് വേണ്ടി ഈ പകൽക്കാലം ഒരുക്കിയെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. രാവിലെ ഡോക്ടർ കോവൂർ പറഞ്ഞതുപോലെ സ്തോത്രം, ഹല്ലേലൂയയുടെ സ്തോത്രം ശക്തി സ്തോത്രം എത്രമാത്രം വലുതാണെന്ന് ഈ പകൽക്കാലം മനസ്സിലാക്കി സ്തോത്രം കുറഞ്ഞു പോകാതെ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷക്ത കർത്തൃദാസിമാരെ ആഹ്വാനം ചെയ്യുകയാണ്. മിണ്ടാതിരിക്കരുത്. ദൈവം നമുക്ക് തന്ന ഒരു അവസരമോ ഇതിനകത്തു നിന്ന് പ്രാപിച്ചു കൊണ്ടുപോകുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷകളോട് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. മുസ്ലിം അറബി രാജ്യത്ത് ഹല്ലേലൂയ പറയുവാൻ ഞങ്ങൾക്ക് പരിമിതിയുള്ളപ്പോൾ ക്രിസ്തീയ രാജ്യത്ത് ദൈവസന്നിധിക്കുന്ന അഭിഷേക കർത്തൃദാസിമാരെ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ കൂടെ വ്യാപരിച്ച് അനേക ഇടങ്ങളിൽ കൂടെ ദൈവത്തിന്റെ തന്നെ പ്രവൃത്തി ചെയ്യുവാൻ ഒരു പുതിയ അഭിഷേകത്തോടെ ഇന്ന് പകൽ മടങ്ങി പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എന്റെ സകല മഹത്വവും ബഹുമാനവും എല്ലാം എന്റെ കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ സ്തോത്രം നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കുകയല്ല, മുമ്പേ പറഞ്ഞതുപോലെ ദൈവാത്മാവിന്റെ ശക്തിയാൽ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം ഹല്ലേലൂയ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. സൗഖ്യം നടക്കണം. പ്രയാസങ്ങൾ ഭവനത്തിനകത്ത് ഏത് വിഷയമാണേലും അതിനകത്തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷ വെറും ഒരു കേൾവിയല്ല, കാഴ്ചയല്ല. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവർ മാത്രം, എന്തെങ്കിലും പ്രാപിക്കാനുള്ളവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ
പേർക്ക് ശക്തി പ്രാപിച്ചു പോകാൻ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്? ഹല്ലേലൂയ, 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 സ്തോത്രം. ശക്തി ധരിക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ ഹാലിൽ കടന്നു വരികയാണ്. ശക്തി ധരിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് സ്തോത്രം ദൈവവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ വിഷയം അതല്ല. സ്തോത്രം, ഒരാൾ ശക്തി പലരുടെ ത്യജിച്ചു പോയി, പലരും മാറിപ്പോയ അനുഭവങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് സ്തോത്രം ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്. സ്തോത്രം, ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കോടാലി വെള്ളത്തിൽ പോയി. എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവവചനം നമുക്ക് സ്തോത്രം ഒന്ന് ദൈവവചന സന്നിധിയിൽ വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു. ഹല്ലേലൂയ. കോടാലിയുടെ പിടിയും മാത്രം കൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ മധ്യേ ഉള്ളത് കൊണ്ട് സ്തോത്രം, എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. കോടാലി മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരം മുറിക്കേണ്ട ആവശ്യമുണ്ട്, പല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ കടന്നു വന്നപ്പോൾ അത് ഊരി നഷ്ടപ്പെട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എവിടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് റീസ്റ്റോർ ചെയ്യാനാണ് ഈ സഹോദരിമാരുടെ മീറ്റിംഗിൽ എനിക്ക് നിങ്ങൾക്ക് ആഹ്വാനം തരുവാനുള്ളത്. അത് എത്ര പേർക്ക് പ്രാപിക്കണം? ഗ്ലോറി ടു ജീസസ്. ഒന്നാമത്തെ കാര്യം അവിടെ അതിനകത്ത് കൺസേൺ ഉണ്ടായിരിക്കണം. എന്താണ്? അയ്യോ ഞാൻ മരം മുറിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കോടാലി താഴെ വീണു, വെള്ളത്തിൽ വീണു പോയെന്ന് കൺസേൺ ഉണ്ടായിരിക്കണം. ഉടനെ അവൻ ഏലീശയോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യമാണ്, നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആത്മീയമായി സ്തോത്രം നമുക്കൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടെങ്കിലും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനാ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അറിയിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കൺഫെഷൻ അവിടെ നടക്കുകയാണ്. എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? ഉടനെ എലീശയോട് പറഞ്ഞു. എലീശയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴെന്താണ് അവിടെ പറയുവാണ്? ഇത് കടം വാങ്ങിയതാ, ഇത് ഉയരത്തിൽ നിന്ന് ലഭിച്ചതാ, നമ്മുടെ ഒന്നുമല്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു മരം മുറിക്കാൻ പോകുന്ന ഒരാടയിൽ ഒരു സ്റ്റാൻഡ് മാത്രമായിരിക്കുന്നെങ്കിൽ, ഒരു പിടി മാത്രമായിരിക്കുന്നെങ്കിൽ എത്രമാത്രം ഭാരമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇന്ന് നമ്മുടെ പലരുടെ അവസ്ഥ ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് എവിടെ നഷ്ടപ്പെട്ടോ, എങ്ങനെ നഷ്ടപ്പെട്ടോ, എങ്ങനെ അത് തിരിച്ചെടുക്കാം? ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവിടെ എങ്ങനെയാണ് അത് ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുന്നത്? അത് കടം വാങ്ങിയതാണ്. ഇറ്റ് ഈസ് ബോറോഡ്. ഹല്ലേലൂയ. ദൈവശക്തി ഉയരത്തിൽ നമുക്ക് തരുന്നതാ, ദൈവം നമ്മുടെ മേൽ പകരുന്നതാ. വെറും ഒരു കമ്പായിരുന്ന, വെറും ഒരു ഹല്ലേലൂയ സ്തോത്രം നമ്മളൊരു മൺപാത്രമായിരുന്ന നമ്മളില് ദൈവത്തിന്റെ ശക്തി പകർന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നും എനിക്കിവിടെ നിന്ന് ശുശ്രൂഷിപ്പാനും എൻ്റെ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കിയത്. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ ദൈവമക്കളെ, ശക്തി നഷ്ടപ്പെട്ട് ഇന്ന് ഈ പീസിനാക്കിന്ന് ആരും കടന്നു പോകല്ല. ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റീസ്റ്റോർ ദ ഗോഡ്സ് പവർ, റീസ്റ്റോർ ദ ഗോഡ്സ് പവർ. എത്ര പേർക്കത് വേണം? ഗ്ലോറി, ഹല്ലേലൂയ. മുൻപോട്ട് പോകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്തോത്രം, അത് എവിടെ വീണു എന്ന് ചോദിച്ചു. അവിടെയാ വിഷയം. എവിടെ വീണു, എവിടെ പോയി, എവിടെയാണ് നമുക്കത് നഷ്ടപ്പെട്ടത്, അതിന്റെ ശക്തി എവിടെയാ കുറഞ്ഞു പോയത്? ദൈവജനമേ, ഇത് തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നില്ലെങ്കിൽ, ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന
ഒത്തിരി കാര്യമുണ്ട്. ആത്മാവ് വിട്ടുപോയി, ശക്തി വിട്ടുപോയിട്ട് ജഡത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിനും ദൈവമക്കൾക്കും എതിരായി ചെയ്യുവാനും പ്രവർത്തിപ്പാനും തുടങ്ങുന്നത് പിടിമാത്രം കൊണ്ട് അനേകർ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറയട്ടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ അത് എവിടെ വീണോ, ഹല്ലേലൂയ, അത് എപ്രകാരമാണ് പോയത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എലീശയോട് പറഞ്ഞതുപോലെ നമ്മുടെ നല്ല ഭർത്താവിനോട് പറഞ്ഞ് സ്തോത്രം, കാൽവറിയുടെ ചുവട്ടിലോട്ട് ഒരു ഡിവൈൻ ഹെൽപ്പിന് നാം തയ്യാറാകുന്നെങ്കിൽ അത് പൊങ്ങി വന്നുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പുത്തൻ അഭിഷേകമാണ് ഇന്ന് പകൽ എൻ്റെ ദൈവം തരാൻ പോകുന്നത്. ഗ്ലോറി ടു ജീസസ്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അഭിഷേകം ചോർന്ന് പോയിട്ടില്ലെന്ന്, നമുക്ക് നഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? കർത്താവിന് വേണ്ടി ശോഭിക്കേണ്ട അനേക പ്രിയപ്പെട്ടവര് ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് അറിയിക്കുകയാണ്. എന്നാൽ എവിടെ നഷ്ടപ്പെട്ടു? ഹല്ലേലൂയ. സാംസൺ played sin with his God and Holy Spirit. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ സാംസൺ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി പോയത് അറിഞ്ഞില്ല. അവിടെ പറയുകയാണ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:20 പറയുകയാണ്, ശിംശോനെ, ഫെലിസ്ത്യർ വരുന്നു. അവൻ ഉറക്കം ഉണർന്നുകൊണ്ട് എഴുന്നേറ്റ് പഴയതുപോലെ ഒന്ന് കൊളയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇന്ന് പകൽ എത്ര പേരത് ഹൃദയത്തിനകത്ത് എടുക്കുന്നുണ്ട്? നമ്മൾ വിചാരിക്കും ശത്രു നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ശത്രു ഹല്ലേലൂയ കടന്നു വരുമ്പോഴല്ല നമ്മൾ ശക്തിപ്പെടേണ്ടത്, ഈ കോൺഫറൻസിലാണ് ശക്തിപ്പെടേണ്ടത്. ഇവിടെ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. റീസ്റ്റോർ യുവർ പവർ. റീസ്റ്റോർ ദ ഗോഡ്സ് പവർ. ദൈവത്തിന്റെ ശക്തി തിരിച്ചെടുക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ശിംശോന് ഹല്ലേലൂയ നാസിർ വ്രതക്കാരനായിരുന്നു. തന്റെ ശക്തി കൊണ്ട് സിംഹത്തെ വലിച്ചു കീറിയത്, തന്റെ ശക്തി കൊണ്ട് ആർക്കും ഒതുക്കുവാൻ അവന് കാലിൽ കഴിയത്തില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ദലീലാമാര് ഹല്ലേലൂയ നിന്റെ ശക്തി എവിടെ നിന്നെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ, ഒരു പക്ഷേ നമുക്ക് വിവേചനത്തിന്റെ ആത്മാവിനെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മളിലുള്ള ദൈവശക്തി നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വാസമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിക്കുക. ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഗ്ലോറി 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 ഗ്ലോറി. സ്തുതി കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഫെലിസ്ത്യൻ വന്നപ്പോൾ ഉറക്കമുണർന്ന് കുടയാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മളോട് വെല്ലുവിളിക്കുന്ന ശക്തികൾ ധാരാളമുണ്ട്. എന്നാൽ എൻ്റെ ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ എവിടെയാണ് നമ്മുടെ ശക്തി പോയത്? എവിടെയാണ് വീഴ്ച വന്നത്? നമ്മുടെ ശുശ്രൂഷയിലാണോ? നമ്മുടെ ഇടപാടിലാണോ? എവിടെ, ഏത് ഭാഗത്താണ് നമുക്ക് വീഴ്ച വന്നത്? നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി പോയത്? അത് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ അവസരമാണ് ഈ പകൽക്കാലമെന്ന് വിശ്വാസമുള്ളവർ കരങ്ങളടിച്ച് ദൈവത്തെ അല്പസമയം മഹത്വം കൊടുത്താൽ, കർത്താവേ എന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യണം. ശക്തി ഇരട്ടി ശക്തി പ്രാപിച്ചുകൊണ്ട് പോകാൻ. ഹല്ലേലൂയ. സ്തോത്രം. എലീശയ്ക്ക് അറിയാമായിരുന്നു ഇരട്ടി ശക്തി വേണമെന്ന്. എലീശ എന്തോ ചെയ്തു? സ്തോത്രം. എന്താണ്? ഗിൽഗാലിൽ നിൽക്ക്, എരിഹോവിൽ നിൽക്ക്, യോർദാനിൽ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവന് സ്തോത്രം ദൈവപുരുഷന് അതൊന്നും ഒരു വിഷയമല്ല. എന്താ? എനിക്ക് ആത്മാവിന്റെ ഇരട്ടി ശക്തി വേണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് താല്പര്യമുണ്ടത്? ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ എരിഹോവാണോ? നിന്റെ മുമ്പിൽ യോർദാനാണോ? നിന്റെ മുമ്പിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? എന്നാൽ അതൊന്നും എനിക്ക് കാര്യമല്ല. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ, ഈ ലേഡീസ് മീറ്റിംഗ് കഴിയുമ്പോൾ ആത്മാവിന്റെ ഇരട്ടി ശക്തി വേണം. ആത്മാവിന്റെ ഇരട്ടി ശക്തി വേണം. ഞാൻ നിനക്ക് എന്തു കാര്യമാ ചെയ്തു തരേണ്ടത്? ഒരു സ്പിരിച്വൽ റിക്വസ്റ്റ് അവിടെ വെക്കുക. എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി വേണം. ഇതായിരിക്കണം ദൈവമക്കളെ. മടങ്ങി വരാനുള്ള കോടാലി വെള്ളത്തിൽ പോയാലും എൻ്റെ ദൈവത്തിൻ്റെ പാതമീടെ എടുത്തു എന്നാൽ അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റീസ്റ്റോറേഷൻ. ദൈവത്തിൻ്റെ
ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് അഭിഷേകത്തിൻ്റെ ഇരട്ടി ശക്തി വേണം? ഹല്ലേലൂയ. എത്ര പേർക്ക് ഇരട്ടി ശക്തി വേണം? ഇന്നത് അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവജനമേ, ഇരട്ടി ശക്തിയല്ല, ഓരോ ദിവസവും നമ്മൾ പുതിയത്, മൂർച്ചയുള്ളത്, പല്ലേറിയത് ഒരു മെത്തുവണ്ടിയാക്കി പർവ്വതങ്ങളെ മാറ്റുന്ന, നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ മാറ്റുവാൻ നമ്മുടെ മാനുഷിക ബലത്തിനോ മറ്റൊന്നിന് കഴിയത്തില്ല. നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഓരോ ദിവസവും പാതവീണയിരുന്ന് ഇരട്ടി ഇരട്ടിയായി ശക്തിപ്പെട്ടാൽ ഒരു ശക്തിയും നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. Glory to Jesus. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒറ്റ വേദഭാഗം കൂടെ വായിച്ച് ഞാൻ ദൈവത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ മറന്നു പോകരുത്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. വീട്ടിൽ പോയി അതിൻ്റെ ബാക്കി വായിക്കണം. ഞാൻ കോടാലി പോയ ഭാഗം പരിശുദ്ധാത്മാവ് എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടത് എടുത്തില്ലെങ്കിൽ ഈ പീസിനാക്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് നമ്മുടെ സമയങ്ങൾ നമ്മുടെ പൈസകൾ ചെലവഴിച്ച് കടന്നു വന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് പകൽ നമ്മൾ സമർപ്പിക്കാൻ പോയി ഒറ്റ വേദഭാഗം കൂടെ ഞാൻ ഇവിടെ വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. യെരമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. സ്തോത്രം. ആ വാക്യം പ്രകാരം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. യെരമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 19 മുതൽ 21 വരെ ഞാൻ വായിച്ചു പോകുന്നത് ഞാൻ പറയുന്നില്ല. അന്ന് പകൽക്കാലം അതൊന്ന് ദൈവസന്നിധിയിൽ എടുത്തവരൊന്ന് വായിച്ചാട്ട്. 15-ാം അധ്യായം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഒരു മിനിറ്റ്, ഒരാൾ സ്തോത്രം വായിച്ചോ. അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നീ മടങ്ങി വന്നാൽ വീണ്ടും കൈക്കൊള്ളും. എൻ്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ വീണ്ടും കൈക്കൊള്ളും. നമുക്കത് അതിനകത്തെ കാര്യങ്ങളെല്ലാം അറിയാം. സ്തോത്രം. നീ മടങ്ങി വന്നാൽ എൻ്റെ മുമ്പാകെ നിന്നെ നിർത്തും. ഒന്നാമത്തെ പ്രോമിസ്. മടങ്ങി വന്നാൽ റിട്ടേൺ ടു ബി ഐ വിൽ റിസ്റ്റോർ യു. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ നമ്മൾ വിചാരിക്കുമോ ഇത് പിന്മാറ്റക്കാർക്കുള്ളതല്ല. ഞാൻ ഉൾപ്പെടെ ഏതൊക്കെ വിഷയത്തിനകത്ത് ഏതൊക്കെ അനുഭവത്തിൽ കൂടെ അങ്ങനെയുള്ളവർ മാത്രം എനിക്കൊന്ന് മടങ്ങി വന്ന ദൈവസന്നിധിയിൽ എൻ്റെ ദൈവവുമായിട്ടൊന്ന് വലിയ ബന്ധത്തിൽ നിൽക്കണമെന്ന് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ട്. എൻ്റെ ദൈവസന്നിധിയിൽ എപ്പോഴും എനിക്ക് നിൽക്കണം. ഗോഡ്സ് പ്രസൻസ്. വി നീഡ് ഗോഡ്സ് പ്രസൻസ്. ഇല്ലാത്ത ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവമക്കളെ. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ മടങ്ങി വന്നാൽ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുമാറാക്കും. അടുത്തത്, നീ അധമമായത് ഒഴിച്ചാൽ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. നീ എൻ്റെ സന്നിധിയിൽ നിൽക്കും. നീ എൻ്റെ വാ പോലെയാകും. ദൈവം അരുളിച്ചെയ്തെന്നുള്ള പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. എന്നോടുകൂടി എത്ര പേർ ചേരുന്നുണ്ട്? അധമമായതെല്ലാം ഒഴിക്കുവാൻ എൻ്റെ ഈ വാൽ കൊണ്ട്. നമ്മൾ സഹോദരിമാരാണല്ലോ. ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കുക. അധമമായത് ഒന്നും എൻ്റെ വാൽ കൊണ്ട് പറയത്തില്ല, എൻ്റെ ഹൃദയത്തിൽ വരത്തില്ല. ഉടമ്പടി ചെയ്തു പോകും. ദൈവത്തിൻ്റെ പ്രസൻസ് നിന്നെ ദൈവത്തിൻ്റെ വായാക്കാൻ പോകുക. എത്ര പേർ അതിന് താല്പര്യമുണ്ട്? എൻ്റെ ദൈവം അരുളി ചെയ്തെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കും. നീ എൻ്റെ വായ് പോലെയാകും. അടുത്തത്, അവർ നിന്റെ പക്ഷം ചേരില്ല. അവർ ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ വായിച്ച മോളെ. അവർ നിന്റെ പക്ഷം തിരിയും. ആരാ? ഹല്ലേലൂയ. നിന്നോട് എതിർക്കുന്നവര്, നിന്നോട് വെല്ലുവിളിക്കുന്നവര്, നിന്നെ പകയ്ക്കുന്നവര്, നീ അവരുടെ പക്ഷം തീരത്തില്ല. സ്തോത്രം. അടുത്തത്,
എന്തൊരു പ്രോമിസാ മടങ്ങി വന്നാൽ. മടങ്ങി വരണോ? 2014 PC നാക്കിനെടുത്ത വിഷയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും. മടങ്ങി വരണോ നമുക്ക്? നിന്നെ ഞാൻ ഉറപ്പുള്ള താമ്രവ്യക്തിയാക്കി വെക്കും. സമയം പോകുന്നു, വേഗം വായിച്ചോളെ. അവർ നിന്നോട് യുദ്ധം ചെയ്യൂ, ജയിക്കയില്ല. എങ്ങനെ? മടങ്ങി വന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അധമമായ ശുദ്ധമായത് പ്രസ്താവിച്ചുകൊണ്ട് അവരുടെ പക്ഷം ചേരാതെ നീ ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്നാൽ നിന്റെ ശത്രുക്കൾ നിന്നോട് ഇണങ്ങി വന്നുകൊണ്ട് നിന്നെ ഉറപ്പുള്ള താമ്രവ്യക്തിയാക്കി വെച്ചുകൊണ്ട് എന്നാലും അവർ യുദ്ധം ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ പറയണം യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കത്തില്ല. ഇന്ന് പകൽ എല്ലാവരും പറഞ്ഞാട്ടെ, ജയിക്കത്തില്ല. എത്ര യുദ്ധം തന്നാലും ജയിക്കത്തില്ല. അവൻ പരാജയപ്പെട്ടതാ. കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് ജയോത്സവം കൊണ്ടാടിയ യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് ഇന്ന് പകല് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മോളെ വേഗം വായിച്ചു നിർത്തിക്കോ. നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. എത്ര പ്രോമിസാ! മതിയോ? വയർ നിറഞ്ഞോ? ദൈവത്തിന്റെ പ്രസൻസിൽ നിർത്തും. നിന്നെ ദൈവത്തിന്റെ വായായി നിർത്തും. നീ ആരുടെ പക്ഷമല്ല, നീ ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ആരൊക്കെ വന്നാൽ എതിർത്ത് വന്നാൽ നീ അവരെല്ലാം നിന്റെ പക്ഷത്ത് വരും. നിന്നെ ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു മാനുഷിക ശബ്ദമല്ല ഈ പകൽക്കാലം കേൾപ്പിക്കുന്നത്. എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അടുത്ത വാക്യം കൂടെ. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നോ വിടുവിക്കുകയും. മതിയോ? ഇന്ന് പകൽ എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു നിമിഷം നമ്മൾ സമർപ്പിക്കാൻ പോവുക. 7 പ്രോമിസ് അവിടെ ഉള്ളത് കേട്ടോ. 7 പ്രോമിസ് അവിടെ ഉള്ളത്. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ നിന്നെ എൻ്റെ മുമ്പിൽ നിർത്തും. സ്തോത്രം. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൽ അങ്ങനെയുള്ളവർ ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്പസമയം 1 മിനിറ്റ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. എനിക്കൊന്ന് ഇരട്ടി ശക്തി വേണം. എനിക്ക് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. താല്പര്യമുള്ളവർ എനിക്ക് മുൻപോട്ട് വിളിക്കണമെന്നുണ്ടെന്നാൽ എൻ്റെ പിന്നാലെ ഒരു കർത്തദാസി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവജനമേ, ഒറ്റ ദൂതൂടെ പറയട്ടെ. നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു മദേഴ്സ് പ്രയർ നിന്റെ ഭവനത്തിൽ, നിന്റെ നാട്ടിൽ, നിന്റെ സഭയിൽ തുടങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു മദേഴ്സ് പ്രയർ. ഹല്ലേലൂയ. അമ്മമാരെ കരഞ്ഞോ? നിന്റെ പൈതൽ എത്ര ദൂരെ പോയാലും എത്ര നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നിന്നിലുള്ള ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ ഇന്നു മുതൽ തയ്യാറായാൽ അവനെ മടക്കിക്കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ നിന്നോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ, നിന്നോടുകൂടെ ദൈവത്തിന് ശുശ്രൂഷിപ്പാൻ എൻ്റെ ദൈവം മടക്കി വരുത്തുമെന്ന് ദൈവാത്മാവ് ദൂതറിയിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മീറ്റിംഗിൻ്റെ അവസാനം അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ പ്രിയപ്പെട്ട ഹല്ലേലൂയ കർത്തൃദാസി സാറാ കോവൂരും ചേർന്ന് ഇവിടെ ദൈവസനിൽ അവസാനമായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് എല്ലാവരുടെ കണ്ണുകളടച്ചാട്ട് ദൈവത്തിൽ ആത്മാവിൻ്റെ ഇരട്ടി ശക്തിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നവർ അതിൽ മടക്കി വന്ന് ദൈവത്തിന് നിന്നാൽ 7 ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക
ഭരിച്ചുകൊണ്ടിരിക്കുക. ശത്രുവിന് നമ്മുടെ മേൽ ജയമെടുക്കാൻ പറ്റത്തില്ല. കർത്താവ് നമുക്ക് ജയം തന്നതാ. ജയിച്ച ദൈവമക്കളെ ഇവിടെ ഉള്ളവരെ, കരങ്ങളടിച്ച് ജയിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഒരു ശക്തിക്ക് നമ്മളെ ബന്ധിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സഖ്യപിതാവേ, ഈ പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ആത്മാവിന്റെ ഇരട്ടി ശക്തിക്ക് വേണ്ടി എവിടെങ്കിലും ചോർന്നു പോയിട്ടുള്ളതിനെ തിരികെ പ്രാപിക്കാൻ, മടങ്ങി വന്ന് ദൈവിക അനുഗ്രഹം പ്രാപിക്കാനും കടന്നു വന്ന് ദൈവത്തിലായിരിക്കുന്ന ഓരോ സഹോദരിമാരെ എന്റെ കർത്താവിന്റെ കണ്ണ്, യഹോവയുടെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരെ നിലവിളിക്കാൻ തുറന്നിരിക്കുന്നെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. സകല മഹത്വവും ബഹുമാനവും പുകഴ്ച എൻ്റെ ദൈവത്തിന് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. എനിക്കിവിടെ അവസരം തന്നതിന് ബേസിനാക്കുള്ള എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ കർത്തൃദാസിക്കും ദൈവത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ.